രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുമ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ചിത്രം അദ്ദേഹം അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പേര് രാജീവ് ചന്ദ്രശേഖരുടെ പേര് കേസെടുക്കാത്ത എന്താ? അത് BJP CPM തമ്മിലുള്ള കൂട്ടുകെട്ടും അന്തർധാരയും വ്യക്തമായതുകൊണ്ടാണ് അതൊക്കെ ആ കേസ്. അവനെ അങ്ങനെ നമ്പണ്ട കള്ളന. എന്തിനാണ് കേരള പോലീസ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കുന്നത്? നമുക്ക് ആദ്യം N സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ദൃശ്യങ്ങൾ ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് N സുബ്രഹ്മണ്യൻ പങ്കുവച്ച പോസ്റ്റ്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ കാരണം എന്തായിരിക്കുമെന്നാണ് ആ ചിത്രത്തിന്റെ തലക്കെട്ട്. 2 ചിത്രങ്ങൾ സുബ്രഹ്മണ്യൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒന്ന് വ്യാജമാണ്, എഡിറ്റഡ് ആണ്. മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ പിടിക്കുന്ന ആ പടം. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? പിന്നീട് ഈ പോസ്റ്റ് N സുബ്രഹ്മണ്യൻ എഡിറ്റ് ചെയ്തു, ഒരു ചിത്രം ഡിലീറ്റ് ചെയ്തു. ഇതാണ് നവംബർ 29-ന് രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്റ്. ആ പോസ്റ്റിൽ 4 ചിത്രങ്ങളുണ്ട്. 2 എണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, 2 എണ്ണം ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ. ഈ 4 ഫോട്ടോയും ഒറിജിനൽ ആണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോയും ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേരള പോലീസ് കേസെടുക്കേണ്ടത്? തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമം.